ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലിവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ലിവർ തേങ്ങാപ്പാൽ കറിയാണിത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതൊരു കൊച്ചി സ്റ്റൈൽ കറിയാണ്. ഇത് അവിടെ സാധാരണ ഫംഗ്ഷനുകൾക്കും കല്യാണങ്ങൾക്കും ഉണ്ടാക്കുന്നൊരു കറിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല കറിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ലിവർ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ലിവർ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ലിവറാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ വേവിക്കാനായിട്ട് ഒരു പ്രഷർ കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത്. ഞാനിത് 3 കഷ്ണമായിട്ട് മുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ലിവർ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാനിൽ വെച്ചും വേണമെങ്കിൽ ലിവർ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വെച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യരുത്. കൂടുതൽ സമയം കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിവർ ഭയങ്കര ഹാർഡായി പോകും. 2-3 വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തിടാം. ഞാനിവിടെ 2 വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ കുക്കർ ഓഫ് ചെയ്തിട്ട് അതിന്റെ സ്റ്റീം പോയപ്പോഴത്തേക്കും തുറന്നെടുത്താണിത്. ലിവർ പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ കത്തി വെച്ച് കുത്തി നോക്കാം. നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന കുക്കറിൽ 2 വിസിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾ ലിവർ വേവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുക്കറിന്റെ പാകം നോക്കി ലിവർ വേവിച്ചെടുക്കുക. ഇനി ഇത് കുറച്ച് സമയം തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ലിവർ ഈ കാണുന്ന പോലെ കനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഈ കറിക്ക് മുറിച്ചെടുക്കുന്നത്. ഇനി കറിക്ക് ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. കറിക്ക് ആവശ്യമുള്ള പൊടികളാണിത്: മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, മഞ്ഞൾപ്പൊടി. ഈ കറിക്ക് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കാറില്ല. എരിവിനായിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഉപയോഗിക്കുന്നത്. കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാലാണിത്. നല്ല കട്ടിയുള്ള 1-ാം പാലും 2-ാം പാലും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഫ്രഷ് തേങ്ങാപ്പീരെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് പാൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ കോക്കനട്ട് പൗഡറോ ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ഇതുപോലെ ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ഈ കറി ഉണ്ടാക്കുമ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് സോഫ്റ്റായി കളർ മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. സോറി, ഞാൻ പൊടികൾ ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അതുകൊണ്ടാണ് ആ ഭാഗം മിസ്സായി പോയത്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സവാള സോഫ്റ്റായി കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പൊ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. വിനാഗിരി ചേർത്തതിന് ശേഷം കറി ഇപ്പൊ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ലിവറും കൂടി ചേർത്ത് കൊടുക്കാം. ലിവർ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ലിവറെല്ലാം ചേർത്ത് കഴിഞ്ഞ് കറി ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് പാൻ മൂടി വെച്ച് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം.
പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ കറി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നമുക്ക് കറി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കറി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം കുറച്ച് മല്ലിയിലയും കൂടി കറിയുടെ പുറത്തേക്ക് തൂവി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ വളരെ രുചികരമായ ലിവർ തേങ്ങാപ്പാൽ കറി റെഡി ആയി കഴിഞ്ഞ് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഇപ്പൊ ഈ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.